മൂന്നുപേരെടുത്തും കൂടി ഒറ്റ ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ മൂന്നുപേര് ഉത്തരം പറയുന്നുള്ളൂ. മൂന്നുപേരെടുത്തും കൂടി ഒറ്റ ചോദ്യം. പ്രണയം പറഞ്ഞ ആളെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ആളെന്നോ ആള് അല്ല, പ്രണയം പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങൾ ആരും പ്രപ്പോസേ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് അത് ചോദിക്കുന്നതിൽ വലിയ കാര്യമില്ല. എന്നാലും ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോ അങ്ങനെ ചോദിച്ചൊന്നുമില്ല. ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് തോന്നിയൊരു ഇഷ്ടം നമ്മൾ അതെ, നേരത്തെ സൂപ്പർ ശരണ്യയിലെ ആ ഒരു ക്യാരക്ടർ ഭയങ്കര എല്ലാരും അക്സെപ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടർ ആയിരുന്നു. എല്ലാരും ഇപ്പോഴും എന്താ പറയാ, ഞാൻ അതിന്റെ റീലൊക്കെ ഒരുപാട്, ഇന്നലെ ഞാൻ കൂടി ഞാൻ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ, അവളുടെ ബോയ് ഫ്രണ്ട് ആരാന്നറിയോ, പോയി തോട്ടി കിടക്കും ചെക്കാന്ന് പറയണ ആ ഒരു സാധനം ഇന്നലെ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടറും ഇതുമായിട്ട് എന്തെങ്കിലും മാച്ച് ഉണ്ടോ? അല്ലെങ്കിൽ റിയൽ ക്യാരക്ടറും മമിതയുടെ ക്യാരക്ടറും ആ ക്യാരക്ടറായിട്ട് എന്തെങ്കിലും മാച്ച് ഉണ്ടോ? സോനയുടെ ക്യാരക്ടറാണോ ഉദ്ദേശിച്ചത്? സോന ക്യാരക്ടറായിട്ട് ഞാൻ ഭയങ്കര ഞാൻ അല്ല ശരിക്കും പറഞ്ഞ സോന എന്ന് പറയുന്ന ക്യാരക്ടർ. കാരണം അത് കുറച്ചുകൂടെയും ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയും എന്താ പറയുക എക്സ്ട്രോവേർട്ട് ആയിട്ട് എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ ഭയങ്കര ബോൾഡ് ആ ഒരു രീതിയാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്രയില്ല. പക്ഷെ എന്നാലും സൂപ്പർ ശരണ്യ കഴിഞ്ഞപ്പം സോനയുടെ ക്യാരക്ടർ കുറച്ച് എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ, അതായത് ആൾക്കാരോട് മിണ്ടാൻ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് തുടങ്ങിയത് ആ ഒരു ഇടയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം റീനു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എന്റെ സ്വഭാവത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടർ. ഓക്കെ, കുറച്ചുകൂടി അത് ഗിരീഷ് ചേട്ടൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഡയലോഗും പറഞ്ഞാൽ മതി, അങ്ങനെ തന്നെ ക്യാരക്ടർ ഉണ്ടായാൽ മതി എന്ന്. കൂടുതലൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, എന്റെ രീതിയും എന്റെ സ്വഭാവ ശൈലിയും ഒക്കെ മതി എന്ന് പറഞ്ഞു. ആ ഒരു ടീം ആദ്യമേ പറഞ്ഞു, മുമ്പും ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും എല്ലാവരും ഭയങ്കര, ഗിരീഷേട്ടന്റെ കൂടെ രണ്ടാമത്തെ പാടാണ്, അപ്പം എല്ലാവരും ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ ഞങ്ങൾക്കും അങ്ങനെ ഒരു ഇത് വെയിറ്റിംഗ് ആണ്. കാരണം മുന്നേ ആ ഒരു ചെയ്ത ഒരു ക്യാരക്ടർ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഒരു ക്യാരക്ടർ. അതുപോലെ ഇതിലത്തെ ലുക്ക് ഭയങ്കര ഒരു ഡിഫറെന്റ്, ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടിട്ട് ആ ലുക്ക് പറയണ്ട. ഞാൻ ഇവൾക്കടുത്ത് അയച്ചു വിടും ട്വിറ്ററിനകത്ത്, എക്സിനകത്ത്, മമിത 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 മമിതയുടെ ലുക്ക് കണ്ടു, കണ്ടു, ഏതൊരു തെലുഗു ആക്ടറെ ടാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് മമിതയെ നായികയാക്കി കൂടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. തെലുഗു ഇല്ല, ലുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ റാമ്പില് കഴിഞ്ഞ ദിവസം വോക്ക് ചെയ്ത് അത് ഭയങ്കര ഹിറ്റായിട്ട് ഇത് പോകുന്നത് കണ്ടില്ലായിരുന്നു റീല്. അത് ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കും. ഇതൊന്നും കാണുന്നില്ലേ? പരിപാടി ആ, പക്ഷെ അത് ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കും. അതൊന്നും കാണുന്നില്ലേ? അല്ല, കണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ കണ്ടില്ല. ഇന്നലെ വൈകിട്ട് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ പക്ഷെ ലുക്കൊക്കെ ഫുൾ പാക്ഡ് ആയിരുന്നു. കാരണം ഞാൻ ആക്റ്റീവ് ആയിരുന്നു. വെറുതെ റീൽസ് നോക്കിയാൽ കേട്ടോ, എപ്പോഴെങ്കിലും സ്വന്തം മുഖം ഇങ്ങനെ വന്നു പൊയ്ക്കൊണ്ടിരിക്കും. ടാഗ്സ് ആണ് കൂടുതലും നോക്കാറ്. അതായത് ഇപ്പം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിന്റെ ടാഗ്സ് എടുത്ത് നോക്കി കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ടാഗ് എടുത്ത് നോക്കിയപ്പോൾ എന്നെ കുറെ പേര് ടാഗ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കണ്ടായിരുന്നു കുറെ വീഡിയോസ്. അല്ല, ലുക്കൊക്കെ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഞ്ജു എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി ഇപ്പൊ പുറത്തു പോയി. മുമ്പും ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, മമിത അത് കട്ട് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കണ്ണാടി നോക്കി വെട്ടിക്കൊളാക്കി. ആ ലുക്ക് നല്ല ഇങ്ങനെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഈ ലുക്കൊക്കെ. അല്ല, ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു സൂപ്പർ ശരണ്യയുടെ സമയത്ത്, പ്രൊമോഷന്റെ സമയത്ത്, ആ സൂപ്പർ ശരണ്യ ഇറങ്ങുന്നത് ജനുവരിയിലാണ്. അപ്പൊ അതിന് മുന്നേ ന്യൂ ഇയർ ആയിട്ട് എന്തായാലും എന്റെ ലൈഫിലോ വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ലുക്കിൽ എന്തെങ്കിലും മാറ്റം പിടിക്കാൻ പറഞ്ഞാൽ ഞാൻ ഒരു രാത്രി വെറുതെ ഉറക്കൊന്നും വരാത്തോണ്ട് സ്വന്തമായിട്ട് കട്ട് ചെയ്തായിരുന്നു അത് അന്ന്.